സോ ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പറയുക, സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അല്ല, ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ഇതിൽ നമ്മളെ ചാറ്റ്സ് ഉണ്ടാവും, സ്റ്റോറീസ്, ഗ്രൂപ്പ്സ്, കോൾസ്, എക്സ്പ്ലോർ, ചാറ്റ്സ്, ബോട്ട് സൈഡ്, സെറ്റിങ്സും കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് ഇവിടെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ നമുക്കിപ്പോൾ ചാറ്റ്സൊക്കെ നോക്കി കഴിഞ്ഞാൽ ചാറ്റ് ഉണ്ടാവും, ബോട്ടിൻ്റെ ചാനൽസ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഈ കോൺവെർസേഷൻ പേജിലെല്ലാം ഉണ്ടാവും, എല്ലാ സാധനം, ബോട്ട്സ്, ചാനൽസ്, പേഴ്സണൽ മെസ്സേജസ്, ഗ്രൂപ്പ്സ് എല്ലാം ഉണ്ടാവും. പിന്നെ സ്റ്റോറീസാണ്. ഈ സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മൾ സ്റ്റോറി ഇട്ടത് പേഴ്സണലായിട്ട് ഇട്ട സ്റ്റോറീസ് ഉണ്ടാവില്ലേ, ആ സാധനം ഫുള്ളും ഇതിലാണ് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സ്റ്റോറീസ് വരുന്നത്. ഇതിപ്പോൾ മേലെ കാണിച്ചതെന്ന് വെച്ചാൽ റീസെൻ്റ്ലി നമ്മൾ കണ്ട സ്റ്റോറീസുകൾ ഇപ്പോൾ വാട്സപ്പിൽ ഉണ്ടല്ലോ, അത് സാധനം ഇത് അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ പെട്ടെന്ന് അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും, ആ സാധനം ഫുൾ ആയിട്ട് ഇവിടെ കാണും. അങ്ങനെ രീതി ഇപ്പോൾ ഞാൻ വെബ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതുണ്ട് പറഞ്ഞു. പിന്നെ ഗ്രൂപ്പ്സിന് വേണ്ടി സെപ്പറേറ്റ്. അപ്പോൾ ഗ്രൂപ്പിലാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ജനറലായിട്ടൊന്ന് വരുന്നുണ്ട്. ജനറലായിട്ട് വന്നിട്ട് പിന്നെയാണ് സബ് ഗ്രൂപ്പ്സ് ആകുമ്പോൾ അതിൽ നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ വേറെ എന്താ പറയുക, വേറെ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കാര്യങ്ങൾ ഫുൾ അതിലേക്ക് ചർച്ച ചെയ്തിടാം, അതിലേക്ക് ആഡ് ചെയ്തിട്ടാൽ മതി. ജനറൽ ഗ്രൂപ്പിൽ നിന്ന് ആഡ് ചെയ്തിടുക, അല്ലെങ്കിൽ അതിൽ നിന്ന് വെച്ചാൽ അതിനു വേണ്ടി മാത്രം നമ്മൾ എന്താ പറയുക മെസ്സേജ് ഇട്ടാൽ മതി. അല്ലാതെ ഇതിൽ തന്നെ മെയിനായിട്ടുള്ള ജനറൽ പേജിൽ നമുക്ക് ഇതാക്കേണ്ട ആവശ്യം, ജനറൽ ഗ്രൂപ്പിൽ ചെയ്യേണ്ട ആവശ്യമില്ല. സെർവറിൻ്റെ അതേ സെയിം കോൺസെപ്റ്റാണ്. അപ്പോൾ എല്ലാത്തിനും നമുക്ക് അങ്ങനത്തെ രീതിയിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അങ്ങനെയാണ്. പിന്നെ വേറെ വരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നിങ്ങൾ സ്ലാക്ക്, ഇപ്പോൾ കമ്പനീസ്, ഇപ്പോൾ ഞാൻ ചില കമ്പനീസൊക്കെ സ്ലാക്ക് യൂസ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് ആഡ് ചെയ്തിടുക. സ്ലാക്ക് അല്ലെങ്കിൽ ഞാൻ വേറെ കാണിച്ചു തരാം. ഇതിപ്പോൾ ഡിസ്കോഡ് യൂസറാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഡിസ്കോഡിൻ്റെ ഒരു ഗ്രൂപ്പ്, എനിക്ക് അത് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു 5 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെർവർ, ആ സാധനം എന്ന് വെച്ചാൽ എനിക്കിതാണ്. അപ്പം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് അതിൽ കയറി നോക്കാൻ പറ്റില്ല അപ്ഡേറ്റ്സും കാര്യങ്ങളും. അപ്പം ആ സമയം ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിടുന്ന സമയത്തെന്ന് വെച്ചാൽ എനിക്കിതിലേക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് എന്താ പറയുക, ഇതിൽ നോക്കിയാൽ മതി. അപ്പം മറ്റേതിൻ്റെ ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കാൻ എനിക്ക് ഈ ഗ്രൂപ്പ് കാര്യം എല്ലാം നോക്കാം. അല്ലാതെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറിയിട്ട് ഡിസ്കോഡിൽ കയറിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഡിസ്കോഡ് നോക്കാം. ഇപ്പോൾ ടീംസിൻ്റെ ആണെങ്കിൽ ടീംസ്, ഗൂഗിൾ ടീംസ് ഉണ്ടാവില്ലേ, ഗൂഗിൾ ടീംസിൻ്റെ ഫുള്ള് നമുക്ക് ഇതിലേക്ക് നോക്കാൻ പറ്റും. പിന്നെ അതുപോലെ പറഞ്ഞാൽ സ്ലാക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ടെലഗ്രാമിൻ്റെ ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമുക്ക് ഒരേ ഒരു കാര്യം ഉണ്ടാവുള്ളൂ, ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ആപ്പ് എൻ്റെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്പ് ഉണ്ട്, നമ്മൾ അക്കൗണ്ട് എന്തായാലും എടുക്കേണ്ടി വരും ഇതിലേക്ക് ആഡ് ചെയ്തിടാൻ വേണ്ടിയിട്ട്, കാരണം നമുക്ക് ഇൻവോൾവ് ആവണ്ടേ. അപ്പം അതിൻ്റെ പകരം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ സാധാ പോലെ തന്നെ സാധാ കോൾസ്. ഓക്കെ, പിന്നെ വരുന്നതാണ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞപ്പോൾ. എക്സ്പ്ലോറർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇമാജിൻ ചാനൽസ്. ഇപ്പോൾ ചാനൽസിൽ ഇതേപോലെ തന്നെ നമ്മളെന്താ പറയുക, ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്, വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ലിങ്കുകൾ ഇട്ടിട്ടുണ്ട്, PDF ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളുണ്ട്. അപ്പോൾ ഓരോ വട്ടം നമ്മൾ ഇതിൽ കയറിയിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കണം. ഇതിൽ കയറിയിട്ട് ഇങ്ങനെ 11 മെസ്സേജ് അങ്ങനെ 50 മെസ്സേജ് ഉണ്ട്, 100 മെസ്സേജ് ഉണ്ട്. ഈ ചാനൽ അഡ്മിനെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സാധനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറി നോക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ കയറി നോക്കാതെ ഒരു ഫീഡായിട്ട് ഇങ്ങനത്തെ രീതിയിൽ എന്താ പറയുക, എല്ലാ ചാനലിലും കാര്യങ്ങളും, ഇപ്പോൾ ഇത് ഒരു ചാനലിലത്തെ ഫയൽ ഇട്ടതാണ്. പിന്നെന്ന് വെച്ചാൽ വേറെ ഒരു ചാനലിലെ ഫോട്ടോ ഇട്ടതാണ്. അപ്പം ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഫീഡിൽ നിന്ന് കാണാൻ പറ്റിയാണ് ഭയങ്കര യൂസ്ഫുൾ അല്ലേ. അതാണ് പറയുന്നത്, മൾട്ടിപ്പിൾ ചാനൽസിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഒരു ഫീഡ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോട്ടോസ്, വീഡിയോസ്, ഇപ്പോൾ ഫേസ്ബുക്കിലും കൂടി പോയാൽ
എന്താ പറയുക, ട്വിറ്ററിലാണെങ്കിൽ കൂടി പോയി നമുക്ക് ട്വിറ്റെങ്കിലും വായിക്കാൻ പറ്റും. അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിലാവുന്ന സമയത്ത് നമുക്ക് ഓഡിയോസ് ഉണ്ടാവും, ഫയൽസ് ഉണ്ടാവും, APK ഉണ്ടാവും, ലിങ്കുകൾ ഉണ്ടാവും. അപ്പൊ എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഫീഡ്സിലേക്ക് ഷെയർ ചെയ്യും. മറ്റേ നമുക്ക് ചാനലിൽ എന്താണ് ഇടുന്നത് അതേ സാധനം ഇതിലേക്ക് ഇങ്ങനത്തെ ഫോർമാറ്റിൽ കാണാം. അപ്പൊ അതിൻ്റെ ഒപ്പം ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞത് ഇന്റർലിങ്കിങ് വെച്ചാൽ മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ. ഇപ്പൊ ഞാൻ പറയാം, നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ അക്കൗണ്ടിന്റെ വേറെ ഇന്റർഫേസ്. ഇപ്പൊ ചാനലിന്റെ, അപ്പൊ ചാനലിൽ എന്താ പറയാ, നമുക്ക് ഫോട്ടോസ്, വീഡിയോസ്, ഷോർട്ട് വീഡിയോസ്, ആർട്ടിക്കിൾസ്, ലിങ്ക്സ്, ഫയൽസ്, ഓഡിയോസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ, ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്ന്, യൂട്യൂബിൽ നിന്ന്, പിന്നെന്താ പറയുക, എക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ റഷ്യൻ, ഞാൻ പറഞ്ഞില്ല റഷ്യൻ, റൂട്യൂബ് ഉണ്ട്, VK ഉണ്ട്, പിന്നെ ചൈനീസ് നോക്കുകയാണെങ്കിൽ ബിലിബിലി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഇതുണ്ട്, പിന്നെ ഡെയിലി മോഷൻ ഉണ്ട്. അങ്ങനെ കുറേ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഉണ്ട്, വിൻമോ, അങ്ങനെ കുറേ ഒന്നും അറിയില്ല. കാരണം ഇന്ത്യയിൽ ഒരു ഇത് നോക്കുന്ന സമയത്ത് ഇത്ര പേര് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഇപ്പോൾ റെഡിറ്റ് പോയ ആൾക്കാർക്ക് അധികം ഇന്ത്യക്കാർക്കൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഇത്രയും പ്ലാറ്റ്ഫോം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒന്നിലോ കയറി ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു, ഡൗൺലോഡ് ചെയ്ത് വെറുതെ ഇങ്ങനെ നോക്കേണ്ട സമയം പകരം എന്താ പറയുക, ഇങ്ങനത്തെ രീതിയിലേക്ക് ഇപ്പോൾ ഇതിലേക്ക് ഇന്റർലിങ്ക് ചെയ്തിട്ട് ഇതിലേക്ക് ഫുള്ളും കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫോട്ടോസിൽ ചിലപ്പോൾ എല്ലാ ഫയൽസ്, എല്ലാ സോഷ്യൽ മീഡിയസിൻ്റെയും ഫോട്ടോസ് ഉണ്ടാവും, ഈ വീഡിയോസ് പറയുമ്പോൾ ഇതിലെല്ലാം ഉണ്ടാവും, ഷോർട്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഷോർട്സ് ഉണ്ടാവും, ആർട്ടിക്കിൾസ് പറയുമ്പോൾ എല്ലാ ആർട്ടിക്കിൾസും, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ഫീഡ്സിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് ഒരാൾ എന്താ പറയുക, പിൻട്രസ്റ്റിൽ ലോഡ് ചെയ്യാൻ ചെറിയൊരു പ്രശ്നമുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ബിലിബിലി.这是印度，你敢信？看我后边小姑娘是不是挺白的？这印度高种姓长得就他妈都跟白人一样。We are one of the Web3 and AI communities. A lot more people were meeting, they were discussing the ideas. അതല്ലാതെ ഡെയിലി മോഷൻ ഇപ്പോൾ Sono contenta che posso avere qualcosa per il club, tipo i gol, assist. അയാളുടെ ഡെയിലി മോഷനിലുള്ള എൻ്റെ കണ്ടന്റ് നമുക്ക് ഇതിലിരുന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ വെച്ചാൽ അതിലും കയറി കാണേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പുള്ളിയുടെ കണ്ടന്റ്, ഇപ്പോൾ ചാനലിൽ ഇട്ട കണ്ടന്റ് ആണെങ്കിൽ അതും നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, പിന്നെന്താ പറയുക ഡെയിലി മോഷൻ, ഓക്കേറു, അങ്ങനെ യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ്. അപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെയർലി നമുക്ക് ഫുള്ളും ഒറ്റ ഇതിൽ തന്നെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ പോലെ തന്നെ, ഇപ്പോൾ ലിങ്ക്ഡിനിൽ ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫുള്ളും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. ആ റെക്കമെൻഡേഷൻ ആയിട്ട് നമ്മൾ ഇത് ഈ ഫീഡിൽ കാണുന്ന ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ എന്താ ഇപ്പോൾ ഈ ഓഡിയോ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെയർലി നമുക്ക് നമ്മൾ ജോയിൻ ചെയ്ത ചാനൽസിൻ്റെ ഫീഡ്സ് ആയിരിക്കും ഇതിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അവർ ഇൻ്റർലിങ്ക് ചെയ്ത മീഡിയാസും. ഓക്കെ, ഇതിൽ എക്സ്പ്ലോറർ എന്ന് പറയുമ്പോൾ വേറെ ഇൻ്റർഫേസ് ആണ്. ഈ സെയിം സാധനം തന്നെ സെയിം കോൺസെപ്റ്റ് സാധനം തന്നെ നമ്മൾ വേറൊരു സ്റ്റൈലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതാണിത്. ലോഡ് ചെയ്യാൻ ശരി. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ രീതിയിൽ കാണാം, മറ്റേ രീതിയിലേക്കും കാണാം. അപ്പോൾ ഇപ്പോൾ ഇമാജിൻ ഇപ്പോൾ ഒരു നൈക്കിൻ്റെ ഒരു ഷൂസിൻ്റെ ഇത് വരും. അപ്പോൾ പിൻട്രസ്റ്റ് എന്ന സെയിം കോൺസെപ്റ്റ് ഉള്ളത് അത് നോക്കിയാൽ പിന്നെ എന്താകും, നമുക്ക് അടിയിൽ ഫുള്ളും കാണുന്നതെന്ന് വെച്ചാൽ പിൻട്രസ്റ്റ്. ഇപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഫേക്ക് ഡാറ്റ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് പറയുന്നത് ഇപ്പോൾ പിൻട്രസ്റ്റ് നൈക്കിൻ്റെ ഇതാണെങ്കിൽ നൈക്കിൻ്റെ ഇമേജ് വരുന്ന സെയിം ആയിട്ടുള്ള വീഡിയോസ്, ഷോർട്സ്, ആർട്ടിക്കിൾസ്, ഈ സാധനം ഫുള്ള് എൻ്റെ ഒരു സോഷ്യൽ മീഡിയ, അല്ലാതെ പർട്ടിക്കുലറായിട്ട് ഇപ്പോൾ പിൻട്രസ്റ്റിലാണ് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ അതിലുള്ള ഡാറ്റാസ് മാത്രമേ നമുക്ക് കാണും. മറ്റേന്ന് വെച്ചാൽ എൻ്റെ നമ്മൾ APK യൂസ് ചെയ്തിട്ട് എൻ്റെ ഡാറ്റയിൽ നമ്മളെന്താ പറയുക സോർട്ട് ചെയ്തിട്ട് നമുക്ക് ആ യൂസറിന് ഔട്ട്പുട്ട് കൊടുക്കുന്നു. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് ഓരോരോ ഇതിൽ കയറിയിട്ട് നോക്കേണ്ട ആവശ്യമില്ല, ഒറ്റ ഒന്നിൽ കയറിയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ആ സമയത്ത് ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ തന്നെ അതിപ്പോൾ ഞാൻ എന്താ പറയുക, ഓക്കെ അത് ഇപ്പോൾ ഇമാജിൻ ഈ വീഡിയോ പൈസയുടെ മൂല്യം വല്ലാണ്ട് ഇടിഞ്ഞു. ശരിയാ, പൈസയുടെ കാര്യമൊക്കെ നിങ്ങളൊക്കെയല്ലേ ജോലിക്ക് വന്ന ആൾക്കാർ. ഞാൻ തരാടാ 500. നീ എന്തിട്ട് തിരിച്ചേരാണ്? നിന്നെ കാണുമ്പോൾ അതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഭയങ്കര നമുക്ക് കൺവീനിയൻ്റ് ആയിരിക്കും. കൺവീനിയൻറ്റ് വെച്ചാൽ
എല്ലാത്തിലും ഇങ്ങനെ കയറേണ്ട ആവശ്യമില്ല നമുക്ക്. ചുമ്മാ വെച്ചാൽ കയറേണ്ട ആവശ്യമില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലുള്ള കണ്ടന്റ് ഒന്നിൽ തന്നെ കിട്ടും. ഓക്കെ, ഇപ്പൊ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. എന്നാൽ പോലും നമുക്ക് കുറെ സോഷ്യൽ മീഡിയസ് മിസ് ഔട്ട് ആണ്. ചിലവരെന്ന് വെച്ചാൽ ഇതിൽ സ്പെൻഡ് ചെയ്യാറില്ല ടൈം. എന്താ പറയാ, ഫേസ്ബുക്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫേസ്ബുക്കിലെ കണ്ടന്റ് ഒക്കെ അവർ മിസ് ഔട്ട് ആണ്. നല്ല നല്ല കണ്ടന്റുകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ ടിക്ടോക്കിൽ ചെയ്യാൻ നല്ല കണ്ടന്റ്സ് ഉണ്ടാവും, ഇതേ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ചിലപ്പോൾ ജോബിൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്നിൽ കിട്ടാൻ ഇച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. അതാണ് ഈ സാധനം ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ചാനൽസ് നേരത്തെ ഉദ്ദേശിച്ചു പോലെ ചാനൽസിന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട ചാനൽസിന് ഉദ്ദേശിച്ചു. പിന്നെ നമുക്ക് ബോട്ട്സ് ആണ് വരുന്നത്, ട്രഡീഷണൽ ബോട്ട്സ്. സോറി ദാറ്റ്സ് എ പ്രോബ്ലം. ബോട്ട്സ്, ഇതിൽ ബോട്ട്സ് ആണ് വരുന്നത്. പിന്നെ സേവ്ഡ് മെസ്സേജ് എന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് ഞാൻ എങ്ങനെയാക്കാൻ വേണ്ടി നോക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ മറ്റേത് ഇപ്പോൾ ടെലഗ്രാമിലാകുന്ന സമയത്ത് നമ്മൾ ഇത് ഫോർവേഡ് ചെയ്ത് സേവ്ഡ് മെസ്സേജിലേക്ക് ഇടുന്നത്. പകരം എന്ന് വെച്ചാൽ ഇപ്പോൾ സേവ്ഡ് ചെയ്ത സമയത്ത് ഒരു പർട്ടിക്കുലർ ഏത് ചാനലാണ്, ഏത് പേഴ്സണൽ ചാറ്റാണ്, ഏത് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ സേവ് ചെയ്ത് നമുക്ക് എൻ്റർലി കാണാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ അത്രേ വരുന്നുള്ളൂ. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇതാണ്, ഈ സംഭവമാണ് കോമിറ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് കോമിറ്റിൽ കയറുമ്പോൾ എന്താ പറയുക, ലോകത്തിലുള്ള എല്ലാ മിനി ആപ്സ്, ഇപ്പം ഞാൻ ഇച്ചിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ജസ്റ്റ് വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ എൻ്റെ നമുക്ക് ഇങ്ങനെ ഇന്റർഫേസ് വന്നിട്ട് അതിൽ ഫുള്ളും നമുക്കിങ്ങനെ കാണാൻ പറ്റും ലോകത്തിലുള്ള എല്ലാം. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് കയറിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലത്തെ ഇരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷൻസ് ആയിരിക്കും, ഫുൾ ഓപ്ഷൻസ്. അതുപോലെ തന്നെ ടൂൾസ്, എൻ്റർടൈൻമെൻറ്റ്, സോഷ്യൽ മീഡിയ, ടോപ്പ് ആപ്സ്, ബഡ്ജറ്റിംഗ്, അങ്ങനത്തെ ഇങ്ങനെ നമുക്ക് സ്ക്രോൾ ചെയ്ത് തീർക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എല്ലാം ഉണ്ടാവും, ഒരു ലിമിറ്റ്ലെസ് ഇല്ലാത്ത രീതിയിലേക്കായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനത്തെ രീതിയിലാവുന്ന സമയത്ത് നമുക്കിതിപ്പോൾ ഏതെങ്കിലും ഒരു ആപ്പ് ഫങ്ഷൻ, ഇപ്പോൾ ഇമാജിൻ എന്താ പറയുക, ഓക്കെ ഇതിപ്പോൾ GPay ആണെന്ന് വിചാരിക്കുക. GPay ആവുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഇമാജിനിലേക്ക് കയറിപ്പോൾ ഇമാജിൻ ചെയ്യാം. അതിലിപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തത് ഇതിലാണ്. ഇതിപ്പോൾ ഇമാജിൻ ചെയ്യുക GPay. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ തന്നെ എന്താ പറയുക, പേയ്മെൻറ്റ് ചെയ്യുന്നു. നമുക്ക് പേയ്മെൻ്റ് ആണ് മെയിൻ. അതിൽ വേറെ ഓപ്ഷൻസ് കാര്യങ്ങൾ, എന്നാൽ പോലും നമ്മൾ എന്താ പറയുക, പേയ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഇതാക്കുന്നു, GPay പേയ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അത്രയാണ് നമ്മൾ അത്രയും ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊടുക്കുന്നത്. വേണമെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് GPayയിൽ പല ഫങ്ഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷെ അതിൻ്റെ ഒരു ജസ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം മാത്രം ചെയ്യേണ്ട ആൾക്കാരാണെങ്കിൽ ഒരു എന്താ പറയുക മിനി ആപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇമാജിൻ ഇതിപ്പോൾ എന്താ പറയുക, സെപ്റ്റോൻ്റെ ഇപ്പം ഇങ്ങനെ വെച്ചാൽ പേരും ഇമേജുമായിട്ട് കുറേ വ്യത്യാസങ്ങളുണ്ട്, അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇമാജിൻ ഇതിപ്പോൾ സെപ്റ്റോയിൽ നമ്മൾ എന്താക്കുന്നു, കയറുന്നു, ഫുഡ് ഓർഡർ ചെയ്യുന്നു കഴിഞ്ഞ പരിപാടി. അപ്പോൾ ഫുള്ള് ഇതൊരു ക്ലൗഡ് സിസ്റ്റം പോലെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, അതിനെ കയറിയിട്ടാക്കുക, നമ്മളൊരു വേറെ എക്സ്റ്റേണൽ ആയിട്ടൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇതേപോലെ തന്നെ എന്താ പറയുക, ഇതിപ്പോൾ നമുക്കിപ്പോൾ ഇതിൽ കയറുന്ന സമയത്ത് ഇപ്പം ഞാൻ ഫുള്ള് ഒരു ഓറിയൻറ്റേറ്റഡ് ആക്കിയിട്ടല്ല ഉണ്ടാക്കിയത്, ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു ഫുഡിൻ്റെ ഇപ്പോൾ സൊമാറ്റോ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാവില്ല. സൊമാറ്റോ ഉണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് സൊമാറ്റോ ആക്കിയിട്ട് പിന്നെ സെർച്ച്, ഇപ്പോൾ സൊമാറ്റോ ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത്, നമ്മളിപ്പോൾ സെർച്ച് ചെയ്തെന്ന് വിചാരിക്കുക. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സൊമാറ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ആപ്സ് ഇപ്പോൾ ഫുൾ ഫേക്ക് ആയിട്ട് ആയതുകൊണ്ട് കേട്ടോ, സൊമാറ്റോ റിലേറ്റഡ് ആയിട്ട് ഫുഡിൻ്റെ ആപ്പുകൾ മിനി ആപ്സ് ഇങ്ങനെ ഫുള്ളും കാണിക്കും. ചിലപ്പോൾ നിയർ ബൈ ആയിട്ട് ഇപ്പോൾ ബ്രോ ഒരു എന്താ പറയുക ആപ്പ്, ബ്രോയിൻ്റെ റെസ്റ്റോറൻറ്റിന് വേണ്ടിയിട്ട് ഒരു ആപ്പ് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ലൊക്കേഷൻ ബേസ്ഡും യൂസർ ബേസും വെച്ചിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ബ്രോ എവിടെയാണ് നിൽക്കുന്നതും എന്നുള്ള കാര്യം ഫുൾ ലൊക്കേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമുക്ക് നിയർ ബൈ ആയിട്ടുള്ള തൊട്ടടുത്തുള്ള എന്താ ഫുഡിൻ്റെ മിനി ആപ്സിൻ്റെ അത് ഫുള്ള് റെക്കമെൻഡ് ചെയ്യും. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് നമുക്ക് മിനി ആപ്സ് റെക്കമെൻഡ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് എന്താക്കും അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം. ഇപ്പോൾ ഞാനിതിപ്പോൾ ഫുൾ ഫേക്ക് ഡാറ്റയാണ് കൊടുത്തത്. ഇപ്പോൾ ഇമാജിൻ കേരള
കേരള എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നു. കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താ പറയുക, ആ റിലേറ്റഡ് ആയിട്ടുള്ള കേരള റിലേറ്റഡ് ആയിട്ടുള്ള മിനി ആപ്സ് ഒക്കെ ഇപ്പോൾ ചിലപ്പോൾ KSRTCൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫുഡിൻ്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിന് എന്തെങ്കിലും ഇതായിരിക്കും, അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വിഗ്ഗി സൊമാറ്റോ അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. അങ്ങനത്തെ റിലേറ്റഡ് എല്ലാ മിനി ആപ്സ് നമുക്ക് ഇപ്പോൾ ഓടുന്നൊക്കെയാൽ ചിലപ്പോൾ ഫുള്ളൊരു ലിസ്റ്റ് ആയിരിക്കും. അത് ഞാൻ ബില്ല് ചെയ്തിട്ടില്ല, പിന്നെ കാണിച്ചു തരാം. ഇപ്പോൾ ഓടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഫുൾ ലിസ്റ്റിങ് താഴേക്ക് കാണിക്കും. ഇപ്പോൾ AI വെച്ചിട്ട് നമുക്കിപ്പോൾ ഇതിങ്ങനെ ചെറിയൊരു ഇത് കാണിക്കും, മോറിലേക്ക് നിൽക്കുക, റീഡയറക്റ്റ് ചെയ്തിട്ട് ഒരു ഇതിലേക്ക് പോകും. ChatGPT ഞാൻ ജസ്റ്റ് റീഡയറക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനത്തെ രീതിയിലേക്ക് ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അതിപ്പോൾ ഞാൻ ബിൽഡ് ചെയ്തിട്ടുണ്ട്, ഇവനെ അവസാനം കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് റീഡയറക്റ്റ്, കാരണം അത് ഞാൻ ലോക്കൽ ഹോസ്റ്റായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് വരുന്നത്, അപ്പോൾ നമുക്കൊരു ഇൻബിൽഡ് ആയിട്ടുള്ളൊരു AI മോഡലും കൂടിയും വരുന്നുണ്ട് ഇതിൽ. അതുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പെർപ്ലക്സിറ്റിൻ്റെ പോലെ തന്നെ, പിന്നെ സാധാ പോലെ തന്നെ ഒരു ബ്രൗസറിൻ്റെ ഇൻ്റർഫേസ് തന്നെ ഫുള്ളും വരുന്നുണ്ട്. നമുക്ക് എന്താ പറയുക, വെബ്സൈറ്റ്സ് കാര്യങ്ങളും എല്ലാം ഇതിലുണ്ടാവും. അപ്പോൾ ഒരു ഇൻബിൽഡ് ബ്രൗസർ ഉണ്ട്. പിന്നെ ഇതിൽ കോമിറ്റ് എന്ന് പറഞ്ഞൊരു മിനി ആപ്സിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇത് വെച്ചൊരു കൺവീനിയൻ്റ്, ആൾക്കാർ ഇത് ഉപയോഗിക്കുമല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്നുള്ളതുകൊണ്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു അവതാർ, ഇതിപ്പോൾ ഞാൻ സ്വന്തമായിട്ട് അൺറിയൽ എഞ്ചിൻ വെച്ചിട്ട് റെൻഡർ ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം ഒരു എന്താ പറയുക യൂട്യൂബ് വീഡിയോ ആണ്. ഇപ്പോൾ ഞാൻ പ്രൊജക്റ്റ് അപ്പോൾ പകുതി ചെയ്ത് വെച്ചിരിക്കുകയാണ് ഫുൾ സ്കെയിൽ. അതുപോലെ കുറേ API, ലിപ് സിങ്കിങ് APIയും നല്ലൊരു എന്താ പറയുക LLM മോഡലിൻ്റെ APIയും കൂടി ആവശ്യമുണ്ട് സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും സംസാരിച്ചു ഹായ്, അങ്ങനത്തെ തിരിച്ച് ഹായ് എന്ന് സംസാരിക്കും. അവർ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ അത് ഇച്ചിരി കൂടി ഫണ്ണായിരിക്കും. നമ്മൾ ജെമിനീൻ്റെ അടുത്ത് സംസാരിക്കില്ലേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ, അപ്പോൾ അതൊരു ഫേഷ്യൽ ഇതാക്കിയിട്ട് അവതാറായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി രസം ഉണ്ടാവും, ഫണ്ണുണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ക്രിപ്റ്റോ, ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഇതിൽ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് സിസ്റ്റം നോക്കുന്ന സമയത്ത് എന്താ പറയുക, നമ്മൾ അങ്ങനെ പേയ്മെൻറ്റും ചെയ്യും എല്ലാത്ത രീതിയിൽ. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു കോഴ്സ് ഉണ്ടെന്ന് കോഴ്സല്ല, അപ്പോൾ ക്യാൻവ ഉണ്ട്, ക്യാൻവേൻ്റെ പ്രീമിയം കോഴ്സ് എനിക്ക് മേടിക്കണം എന്ന് വെച്ചാൽ ഇതിൽ തന്നെ മേടിച്ചിട്ട് നമുക്ക് ക്രിപ്റ്റോ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഒരു മിഡിൽ മാൻ ആയിട്ടായിരിക്കും. പക്ഷെ നമ്മൾ മിഡിൽ മാൻ ആയിട്ടായിരിക്കും, മനസ്സിലായില്ല. ഇപ്പോൾ ഫ്ലിപ്കാർട്ട് ചിലപ്പോൾ പെട്ടെന്ന് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ സ്റ്റേബിൾ കോയിൻസ് USDT, ഇപ്പോൾ ബ്രോക്ക് അറിയില്ല, ജസ്റ്റ് USDT എന്താണെങ്കിലും സ്റ്റേബിൾ കോയിൻസ് എന്താണെന്ന് നോക്കുക. അതിനെ വോൾട്ടിലിറ്റി വരുന്നില്ല, വോൾട്ടിലിറ്റി വരുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ക്രിപ്റ്റോസ് വെച്ചാൽ കൂടും കുറയും, ഇപ്പോൾ സ്റ്റോക്സ് പോലെ കൂടും കുറയണം. പക്ഷെ ഇതെന്ന് വെച്ചാൽ USDT എന്ന് വെച്ചാൽ ഒരു ഇതില്ല, കുറേ കൂടുമില്ല, ഡോളറിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെയും പ്രൈസ്. പക്ഷെ ഇത് ക്രിപ്റ്റോ ആണ്, മനസ്സിലായില്ലേ, ക്രിപ്റ്റോ ആണ്. പക്ഷെ സാധനം എന്ന് വെച്ചാൽ US ഡോളേഴ്സിൻ്റെ പ്രൈസിനനുസരിച്ച്. ഇപ്പോൾ NRIക്ക് ഇതേപോലെ സ്റ്റേബിൾ കോയിൻസ് ഉണ്ട്. അപ്പോൾ പല ഇതിനും പല രീതിയിലുള്ള സ്റ്റേബിൾ കോയിൻസ്. ഏറ്റവും കൂടുതൽ അവർ യൂസ് ചെയ്യുന്ന USDT ആണ്. ഓക്കെ, അതുകൊണ്ടാണ് USDT ഞാനിപ്പോൾ പറയാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ അതും നമുക്ക് ഇതാക്കാൻ കൺവീനിയൻ്റ് ആക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക സാധാ ക്രിപ്റ്റോ വേണമെങ്കിൽ ഉപയോഗിച്ചിട്ട് മേടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മേടിക്കുന്ന സമയത്ത് മിഡിൽ മാൻ ആയിട്ടായിരിക്കും നമ്മൾ ഉണ്ടാവുക. അല്ലാതെ ഇപ്പോൾ ഡയറക്റ്റ് എന്താ പറയുക ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ ആമസോണൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ലാഭം ഉണ്ടാവില്ല, അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു വരാനും കാലം, കാരണം ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ക്രിപ്റ്റോ ഇല്ലീഗലാണ്, ചില രാജ്യങ്ങളിൽ ക്രിപ്റ്റോ ഇല്ലീഗലാണ്. അപ്പോൾ അതിൻ്റെ പകരം എന്ന് വെച്ചാൽ നമ്മളൊരു മിഡിൽ മാൻ ആയിട്ട് നമ്മൾ ക്രിപ്റ്റോ ആക്സെപ്റ്റ് ചെയ്തിട്ട് അവർക്ക് എന്താക്കുന്നത് ക്യാഷ് ആയിട്ട് കൊടുക്കും. അങ്ങനത്തെ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടി കൺവീനിയൻ്റ് ആയിരിക്കും, ആൾക്കാർക്കും യൂസ് ചെയ്യും, ആൾക്കാർ മോർ എന്താ പറയുക ക്രിപ്റ്റോയിലേക്ക് ഇൻവോൾവ് ആവും. അത് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. ഓക്കെ, നമുക്ക് അതിൽ ലാഭമുണ്ടോ, ട്രാൻസാക്ഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി മേടിക്കാൻ പറ്റും പൈസ, അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. പിന്നെ ഞാൻ മറ്റേതിൻ്റെ എന്താ പറയുക, ഞാൻ പറയുമല്ലോ LLM മോഡലിൻ്റെ ഒരു ChatGPT പോലത്തെ സാധനം ഞാൻ സ്വന്തം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം.